ഞാൻ ഏറ്റു. അപ്പുറത്തെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ച് മെല്ലെ കട തുറക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ മുതലാളി. അവന്റെ സ്വതസിദ്ധമായ ആളെ പാട്ടിലാക്കുന്ന സ്കില്ല് ഉപയോഗിച്ച് അയാളെ കൊണ്ട് അവൻ കട തുറപ്പിച്ചു. സാധനവും കയ്യിൽ പിടിച്ച് അവനതാ ഓടി വരുന്നു. കിട്ടിയാ? പിന്നെ ഞാൻ പോയ എന്തെങ്കിലും കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? പ്ലാസ്റ്റിക് സഞ്ചിയിൽ പൊതിഞ്ഞ ഷഡ്ഡിയുമായി അവൻ വണ്ടിയിൽ ചാടി കയറി ചെക്കന്റെ വീട്ടിലേക്ക് 100-110 വിട്ടു. അവിടെ എത്തുമ്പോൾ ഇഡ്ഡലിയും ചായയും ഒക്കെ കഴിച്ച് നാട്ടാർ മൊത്തം ബസ്സിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചെക്കനും കോണകമില്ലാതെ ബസ് ഒരടി മുന്നോട്ടെടുക്കൂല പോലും. ക്യാമറ കുറ്റിക്കാർ, കസിൻ പിള്ളേർ, ഷർട്ടും ബനിയനും ഒക്കെ ഇട്ട് മുണ്ടുടുക്കാതെ കാത്തിരിക്കുന്ന ചെക്കൻ. എല്ലാവരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിലേക്ക് നമ്മുടെ ചങ്ക് ഓടിക്കയറി. വലിയ എന്തോ ഒരു സഹായം ചെയ്ത ആത്മനിർവൃതിയിൽ അവൻ ആ പാക്കറ്റ് അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. എല്ലാവരും ആ പാക്കറ്റിലേക്ക് നോക്കി. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ആ പാക്കറ്റ് അനാവരണം ചെയ്യപ്പെട്ടു. കടുത്ത ചാണകപ്പച്ച നിറത്തിൽ 2 ഷഡ്ഡികൾ. സംഗതി അറിഞ്ഞ ഉടനെ ഞാൻ അവിടുന്ന് മുങ്ങി. കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ നിന്നില്ല. സദ്യ കഴിച്ച് പുറകിലൂടെ പോയി. മറ്റവനെ കണ്ടതേയില്ല. കല്യാണത്തിനുടനീളം സ്റ്റേജിൽ ചെക്കൻ ഫാനിന്റെ മുൻവശത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും അവന്റെ പൃഷ്ഠം കാണിച്ചുകൊണ്ട്. അന്ന് രാത്രി റബ്ബർ തോട്ടത്തിൽ കള്ളുടി പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ചങ്ക് മെല്ലെ അവിടത്തേക്ക് വന്നു. എല്ലാവരും അവനെ കണ്ട് തല തല്ലിച്ചിരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, എല്ലാ മോനെ, വെള്ള ഷഡ്ഡി വാങ്ങാനല്ലേ നമ്മള് തിരക്കിട്ട് ടൗണിലേക്ക് പോയത്? ഓൻ പറയാം, അത് പിന്നെ ഞാൻ വിചാരിച്ച് അവൻ അണ്ടർവെയർ ഇടാതെയാണ് ഗൾഫിൽ നിന്ന് വന്നതെന്ന്, കുപ്പി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന്.